നമസ്കാരം, V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ചാലക്കുടി പോട്ട നാടുകുന്ന് സെന്ററിന് സമീപം ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചുകയറി സഹോദരങ്ങളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. എറണാകുളം പട്ടിമറ്റം സ്വദേശികളായ 32-കാരൻ സുരാജ്, 25-കാരൻ സജീഷ് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച ശേഷം പാതയോരത്തെ മയിൽക്കുറ്റിയും ഇടിച്ചു തകർത്ത് മറിഞ്ഞു. ഗുരുതര പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരിയുടെ ടൂറിസം സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വാഴാനി ഡാം സംഗീത ജലധാര പദ്ധതിയും ഡാം പരിസരത്തെ പൂന്തോട്ടത്തിൽ പദ്ധതി നടപ്പാക്കും. 5.99 കോടി രൂപ ചെലവിൽ നിർമ്മാണോദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 7-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സംഗീത ജലധാര വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ വേഗം നൽകുമെന്ന് പ്രതീക്ഷ. സംഘടനാ കരുത്ത് വിളിച്ചോതി KSKTU അത്താണി മേഖലാ വനിതാ കൺവെൻഷൻ. വിണാലൂർ വായനശാല ഹാളിൽ സമ്മേളനം. KSKTU ജില്ലാ കമ്മിറ്റി അംഗം K ശാരദാമ്മ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ കണ്ണികളായി. NSS വിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനയായ ഡെമോക്രാറ്റിക് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഉത്തരമേഖലാ സമ്മേളനം മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. NSS തൃശൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് N സുരേശൻ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ കാട്ടുതീയിൽ അകപ്പെട്ട 3 ഫോറസ്റ്റ് വാച്ചർമാർ മരണമടഞ്ഞ സംഭവം. കാട്ടുതീ ദുരന്തം നടന്ന് 5 വർഷം പിന്നിട്ടു. മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് ദാമോദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അകമല ശാസ്താ ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ മരത്തിൽ ഇടിച്ചു കയറി. കാർ യാത്രികനായ ഡോക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുകയായിരുന്ന തിരുവനന്തപുരം സ്വദേശിയും ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുമായ അരുൺ അരവിന്ദ് സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആശുപത്രി അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അതിവേഗം തീയണയ്ക്കാനായി. അഗ്നിശമന സേനയെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. വനിതകളുടെ വാർഡിന് സമീപം മരുന്നുകൾ സൂക്ഷിക്കുന്ന റൂമിനോട് ചേർന്നാണ് അഗ്നിബാധയുണ്ടായത്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ഞായറാഴ്ച ഏഴാറ്റുമുഖം മേഖലയിൽ. ആനയെ ചികിത്സിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവം. ആനക്കൂട് നിർമ്മിക്കുന്നതിനുള്ള യൂക്കാലിപ്സ് മരങ്ങൾ മുറിക്കുന്ന നടപടികൾ ദേവികുളത്ത് പുരോഗമിക്കുന്നു. മുറിവേറ്റ കാട്ടാനയെ പിടികൂടുന്നതിനായി ഒരു കുങ്കിയാന അതിരപ്പള്ളിയിലെത്തി. 2 കുങ്കിയാനകൾ കൂടി ഉടനെത്തും. കൂട് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും നീക്കം.